കവിതയാണ്. ഈ യുഗ്മ കവിത ചൊല്ലാനായി ആരോമലിനെയും ഭവ്യയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോമൽ, ഭവ്യ, ഇന്ന് ഏത് യുഗ്മ കവിതയാണ് ചൊല്ലുന്നത്? ചങ്ങമ്പുഴയുടെ രമണൻ. ഏവരും ഏറ്റുപാടുന്ന അല്ലെ അനശ്വരരായ കവിതാക്കൾ രമണനും ചന്ദ്രികയും. അപ്പോൾ ഈ വേഷവിധാനത്തിൽ തന്നെ ശരിക്കും ചന്ദ്രികയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു നല്ല കാവ്യാലാപനത്തിനായി. ആശംസകൾ. നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ആലോലവല്ലികളെത്രയെന്ന നീലമലകളിൽ പൂത്തു കാണും. ഈ കളിത്തോപ്പിൽ നീ കണ്ടിടാത്തോരൊറ്റപ്പൂ പോലുമില്ല വനത്തിൽ. അങ്ങിപ്പോൾ പാടി പറന്നിടുന്നതെന്തെല്ലാം പക്ഷികളായിരിക്കും. ഈ പുഷ്പവാടിയിലെത്തിടാത്തോരൊറ്റ കിളിയുമില്ല വനത്തിൽ. നിന്നെ കുറിച്ചുള്ള ഗാനമല്ലാതെ ഇന്നീ മുരളിയിലൊന്നുമില്ല. എന്നാൽ ഇന്നാ നല്ല പാട്ടു കേൾക്കാൻ നിന്നോടു കൂടെ വരുന്നു ഞാനും. എന്നും അതെന്നിലിരിപ്പതല്ലേ, എന്നു വേണമെങ്കിലും കേൾക്കരുതേ. എന്നാലതിന്നീ വിളംബമെന്തിന് എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളേ. എന്തപേക്ഷിക്കലും അപ്പോഴെല്ലാം എന്തിനെന്നോടീ തടസ്സമെല്ലാം. കുറ്റങ്ങളൊക്കെ ഞാൻ ഏറ്റുകൊള്ളാം. തെറ്റിദ്ധരിക്കരുതെങ്കിലും നീ നിന്നിലുപരിയായില്ലയൊന്നും മണ്ണിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ. നമ്മളിൽ പ്രേമം കിളിർന്നതിൽ പിന്നെ ഇന്നൊരു വർഷം തികച്ചുമായി. ഇന്നെന്നപേക്ഷയെ കൈവെടിയാതെ ഒന്നെന്നെ കൂടങ്ങ് കൊണ്ടുപോകൂ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഭാവനാലോലനായി ഏകനായി നീ പോവുക പോവുക ജീ
വളരെ നിഷ്കളങ്കമായ ഒരു കൗതുകമായ ഒരു ആവിഷ്കാരം. പ്രത്യേകിച്ച് ചന്ദ്രികയുടെ ആ ഒരു പരിഭവമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മുടെ വിധികർത്താക്കൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ കാവ്യാലാപനത്തെ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. ഭവ്യയും ആരോമലും ചേർന്ന് ഒരു പുതിയ പ്രണയരംഗം സൃഷ്ടിച്ചു. ചങ്ങമ്പുഴയുടെ കവിതയിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന ചന്ദ്രികയെ പോലെ തന്നെയുണ്ട്. ഈ ചന്ദ്രികയെ കണ്ടിട്ടാണ് ചങ്ങമ്പുഴ കവിത എഴുതിയെന്ന് തോന്നുന്നു. അത്ര കറക്റ്റാണ്, അത്രയ്ക്ക് ചേർന്ന് നന്നായിട്ട് ചൊല്ലുകയും ചെയ്തു. രമണനാണ് ഒരു ക്ഷീണം അല്ലേ, കുറച്ച്. രമണന്റെ പ്രണയത്തിലുള്ള ആ കവിതയിൽ കാണുന്ന പ്രണയത്തിലുള്ള ഒരു അലംഭാവം ഇതിലുണ്ട്, അതും ശരിയായി. അത് ശരിക്കും യുഗ്മകവിത എന്നൊരു സെഗ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയത് ഈ കവിതയെ കൂടി അനശ്വരമാക്കാനാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അത്ര മനോഹരമായി ചേതോഹരമായി ഇത് അവതരിപ്പിച്ചു. അഭിനന്ദനം. നന്ദി സർ. കുരിപ്പുഴ സർ. മലയാളത്തിലെ മധുരിക്കുന്ന മഹാകാവ്യം അതാണ് രമണൻ. ഇതിന് ഈ പുസ്തകത്തെക്കുറിച്ച് ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞത് മധുരനാരങ്ങ പോലെ വിറ്റുപോയ പുസ്തകം എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം കവിത അതാണ് രമണൻ. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി വായിച്ച പുസ്തകം അതാണ് രമണൻ. ഒരുപാട് ആളുകൾ രമണൻ്റെ കയ്യെഴുത്ത് പ്രതി MT വാസുദേവനാരടക്കം ഞാനൊക്കെ കയ്യെഴുത്ത് പ്രതിയാണ് വായിച്ചത്. ആദ്യം അമ്മ എഴുതിയെടുത്ത് വെച്ചിരുന്നത്. അത്രമാത്രം സ്നേഹിച്ച ഒരു പുസ്തകം. ഇതിന് സിനിമയായപ്പോൾ മലയാളത്തിലെ കവിതകൾ സിനിമയാവുന്നത് വളരെ കുറച്ച് കവിതകൾ സിനിമയായിട്ടുള്ളൂ. കാരണം നോക്കൂത്തി, രമണൻ, അങ്ങനെ വൻവീട് കവിത അങ്ങനെ അപൂർവമേ ഉള്ളൂ. അങ്ങനെ ആയിട്ടുള്ള ആയ സമയത്ത് അടിയമ്പറ്റക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെ ഉണ്ടായ ഒരു സംഗീതം കേരളീയർക്കെല്ലാം സുപരിചിതമാണ്. അതിനെ നിരസിച്ചു നിങ്ങൾ കേട്ടോ. എനിക്ക് നിരസിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്, നിഷേധികൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. ഈ സംഗീതം ഈ സ്വരപ്പെടുത്തിയ ആളിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന ആ ഒരു ഈണത്തിൽ നിന്ന് ഈ കവിത അപ്പാടെ മാറ്റി പുതിയൊരു ഈണത്തിലും ഭാവത്തിലും ആവിഷ്കരിച്ചത് ആരാണ്? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന GVHSS ചെർപ്പളശ്ശേരി എന്ന സ്കൂളിലെ മലയാളം സാർ ദാസ് സാറാണ്. അപ്പം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നമുക്ക് നല്ലൊരു കൈയടി നൽകാം അല്ലേ? അത് അങ്ങനെ ആവട്ടെ അദ്ദേഹത്തിനുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുന്നത്. എന്തായാലും മാർക്ക് എത്രയാണെന്ന് അറിയാം. ലീലാകൃഷ്ണൻ സർ. ചന്ദ്രികയ്ക്ക് 50-ൽ 48 മാർക്ക്. നന്ദി സർ. രമണന് 50-ൽ 46 മാർക്ക്. നന്ദി സർ. കുരിപ്പുഴ സർ. ആരോമലിന് 46 മാർക്ക്, ഭവ്യയ്ക്ക് 48 മാർക്ക്. നന്ദി സർ. ഭവ്യയ്ക്ക് 100-ൽ 96 മാർക്ക് ലഭിച്ചു. ആരോമലിന് 100-ൽ 92. അപ്പം ഇനി രമണന്റെ അലംഭാവമൊന്നും വേണ്ട, അടുത്ത കവിത കുറച്ചും കൂടി ഊർജ്ജസ്വലമായി ചൊല്ലാൻ സാധിക്കട്ടെ. എന്തായാലും ഭവ്യയ്ക്കും ആരോമലിനും അഭിനന്ദനങ്ങൾ.